അപ്പോൾ ടോട്ടല് 1058 ഓടിയിട്ടുണ്ട്. 13 ഓർഡർ കറക്റ്റ് എടുത്തു. 4 മണിക്കൂർ 27 മിനിറ്റ് നിന്നിട്ടുണ്ട്. 9 ജിഗും എടുത്തിട്ടുണ്ട്. സമയം രാത്രി 11:56. സോ കറക്റ്റ് 11:56 ഞാൻ ഓഫ് അടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ത്രില്ലിങ് ജേണി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ 12 മണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസമാവും. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം അടുത്ത ദിവസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കത്തില്ല. ഇതിൽ ഈ റേറ്റെല്ലാം സീറോ ആവും. അതുമാത്രമല്ല വീക്കിലി ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഞായറാഴ്ച മാത്രമാണ് അവരുടെ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത്യാവശ്യം കുറച്ച് ലെങ്തി ഉള്ള യാത്രയായിരുന്നു ഇന്ന് ടോട്ടലി വന്നത്. അത് നമുക്ക് ട്രിപ്പിലേക്ക് പോകുമ്പോൾ വീക്കിലി എത്ര പേയ്മെൻ്റ് ആയെന്ന് നോക്കാം. വീക്കിലി കറക്റ്റ് 5273 രൂപ വീക്കിലി കറക്റ്റ് പേയ്മെൻ്റ് ആയിട്ടുണ്ട്. സോ ഈ വീക്കിലി നമ്മൾ 2 ദിവസം ലീവ് എടുത്തുകൊണ്ട് അത്യാവശ്യം ബാക്കിയുള്ള ദിവസം ഓടിയിട്ട് നമുക്ക് 5273 രൂപ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നല്ലൊരു വീക്കായിരുന്നു ഈ ഒരു ഫസ്റ്റ് വീക്ക് ജനുവരിയുടെ. സോ ടിപ്പ് മാത്രം എനിക്ക് 210 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു, ടിപ്പ് മാത്രം. സോ കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഡിസംബർ 23 മുതൽ 29 വരെ 1600 രൂപ ഏൺ ചെയ്തപ്പോൾ ഈ വീക്ക് നമ്മൾ എറൗണ്ട് 5273 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ എനിക്ക് 11:57 കിട്ടിയത്. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ഓർഡറും പിന്നെ വന്നിട്ട് ഒരു 72 എല്ലാം ഉച്ചയ്ക്കെല്ലാം ചെറുതായിരുന്നു വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഒരു 5 ഓർഡർ അടുപ്പിച്ച് ഞാൻ എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒരു 7:30 ഒരു ലോങ് കിട്ടി. അത് കഴിഞ്ഞ് 8:54 അടുത്തൊരു ലോങ് കിട്ടി 160. പിന്നെ 60, 40, 40, 74, ലാസ്റ്റ് 102 രൂപയുടെ ഒരു ലോങ്ങും കൂടെ കിട്ടി. അത് ലോങ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ത്രില്ലായിട്ടാണ് കൊണ്ടു കൊടുത്തത്. 11:36 അടിച്ച ഓർഡർ എറൗണ്ട് 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. സോ ഞാൻ ആ ഒരു ഓർഡർ പെട്ടെന്നാണ് കൊണ്ടു കൊടുത്തത്. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന 11:50 ആവത്തില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് കൊണ്ട് കൊടുത്തിട്ടാണ് ഓഫ് ചെയ്ത് തിരിച്ച് നേരെ വീട്ടിൽ കയറിയത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം 13 ഓർഡർ വലിയൊരു പാർട്ട് ടൈം പോലെയാണ് ഓടിയത്. അടുത്ത ആഴ്ച എന്തായാലും ഒരു പാർട്ട് ടൈം കാർഡ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ വീക്കിലി നമുക്ക് ഇപ്പോൾ 5200 സംതിങ് രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 520 രൂപ അടുപ്പിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെക്കേണ്ട ടൈമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ വീക്ക് മുതൽ ടോട്ടൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ 10% നമ്മൾ നേരെ ഇൻവെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുവാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എറൗണ്ട് ഒരു 500 രൂപ അടുപ്പിച്ച് മാറ്റി വെച്ചു. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് മന്ത് എൻഡ് ആകുമ്പോൾ ഞാൻ ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ആ ഒരു പ്രോജക്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. നമുക്ക് എന്തായാലും ഈ ഒരു 1 ഇയർ ഓരോ മാസവും നമുക്ക് കിട്ടണ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര എമൗണ്ട് നമുക്ക് കിട്ടും ഇല്ലേ എന്നൊക്കെ നോക്കാം. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം നമുക്ക് ഇതിൽ കിട്ടുന്ന മെജോറിറ്റി എമൗണ്ട് നമ്മുടെ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഉണ്ടായിരുന്ന അസറ്റ് മൊത്തം തീർത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്നേന്ന് സെറ്റ് ചെയ്ത് വരണം. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒരു സബ്ബും ഒരു ലൈക്കും മാത്രം തന്നാൽ മതി. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്യൂവലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 1 ലാഖിൻ്റെ ഒരു ജേണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീക്ക് എനിക്കത് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നി. ആകെ ഓടിയത് 5 ദിവസം. ആ 5 ദിവസം കൊണ്ട് 5273 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. സോ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി ഈ വീക്ക്. അതും പാർട്ട് ടൈം ആയിട്ടാണ്, ഫുൾ ടൈം അല്ല. ഫുൾ ടൈം ആയിട്ടാണെങ്കിൽ നമുക്ക് 1500, 2000 രൂപ ഏൺ ചെയ്യുന്ന ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് എനിക്കിപ്പോൾ ഇവരുടെ ഒരു ഫുൾ ടൈം പാർട്ട് ടൈം കാർഡ് കിടക്കുന്നുണ്ട്. ആ കാർഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ മാക്സിമം നമുക്ക് ഡയമണ്ടിലോട്ട് എടുത്തുക, എങ്ങനെയെങ്കിലും സൊമാറ്റോയുടെ ഡയമണ്ടിൽ കയറി പറ്റുക എന്നൊരു മറ്റൊരു ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 67-68% ഇപ്പോൾ നമ്മൾ ഡയമണ്ടിൽ എത്താറായിട്ടുണ്ട്. ഇനി 75% മുകളിൽ സ്റ്റാർ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഡയമണ്ടിലാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഡയമണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്ക് നമുക്ക് എത്ര സ്റ്റാറിലേക്ക് എത്തും, ഏത് ലെവലിലേക്കൊക്കെ പോകുമെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.